നമസ്കാരം. വാർത്താ നേരത്തിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കഴിമ്പ്രം ഗാഥ ഓഡിറ്റോറിയത്തിനു സമീപം ആളൊഴിഞ്ഞ പറമ്പിൽ തീപിടുത്തം. കയ്പമംഗലത്തെ വാഹനാപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിൽ ആയിരുന്ന യുവാവ് മരിച്ചു. കാഞ്ഞാണിയിൽ കാറും പിക്കപ്പും കൂട്ടിയിടിച്ച് അപകടം. ചേറ്റുവ പാലത്തിന് മുകളിലെ മണൽക്കൂനയിൽ ബൈക്ക് തെന്നിമറിഞ്ഞ് അപകടം. ദമ്പതികളടക്കം 3 പേർക്ക് പരിക്ക്. വാർത്തകൾ വിശദമായി. കഴിമ്പ്രം ഗാഥ ഓഡിറ്റോറിയത്തിനു സമീപം ആളൊഴിഞ്ഞ പറമ്പിൽ തീപിടുത്തം. ശനിയാഴ്ച ഉച്ചയ്ക്ക് ഏകദേശം 2 മണിയോടെ എടമുട്ടം ഗാഥ ഓഡിറ്റോറിയത്തിന് സമീപം ചോലയിൽ ഡോക്ടർ സുദർശന്റെ വീട്ടുപറമ്പിൽ ഉണങ്ങിയ പുല്ലിന് തീയിടുന്നതിനിടയിലായിരുന്നു തീ പടർന്ന് പരിഭ്രാന്തി പരത്തിയത്. ഉടൻ തന്നെ വലപ്പാട് നിന്നും ഫയർഫോഴ്സ് എത്തി തീ നിയന്ത്രണ വിധേയമാക്കുകയായിരുന്നു. വീട്ടിൽ ആൾതാമസം ഉണ്ടായിരുന്നില്ല. പറമ്പ് വൃത്തിയാക്കാനെത്തിയ തൊഴിലാളികൾ ഉണങ്ങിയ പുല്ലുകൾക്ക് തീ ഇട്ടതോടെയാണ് പറമ്പിൽ ഉടനീളം തീ പടർന്നത്. വലപ്പാട് പോലീസും സ്ഥലത്തെത്തിയിരുന്നു. കയ്പമംഗലത്തെ വാഹനാപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിൽ ആയിരുന്ന യുവാവ് മരിച്ചു. വഴിയമ്പലത്ത് ബൈക്കുകൾ കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന യുവാവ് മരിച്ചു. കയ്പമംഗലം കൂരിക്കുഴി സ്വദേശി തിണ്ടിക്കൽ വീട്ടിൽ മജീദിന്റെ മകൻ 32 വയസ്സുള്ള അബ്ദുൾ ഹക്കീമാണ് മരിച്ചത്. ഫെബ്രുവരി 5-ന് വഴിയമ്പലത്ത് വെച്ചായിരുന്നു അപകടത്തിൽ മറ്റ് 2 പേർക്ക് കൂടി പരിക്കേറ്റിരുന്നു. ഗുരുതരമായി പരിക്കേറ്റ് തൃശൂർ എലൈറ്റ് മിഷൻ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന ഹക്കീം വെള്ളിയാഴ്ച രാത്രി 9 മണിയോടെയാണ് മരിച്ചത്. കാഞ്ഞാണിയിൽ കാറും പിക്കപ്പും കൂട്ടിയിടിച്ച് അപകടം. കാഞ്ഞാണി സെന്ററിൽ കാറും കോഴി കയറ്റി വന്നിരുന്ന പിക്കപ്പും കൂട്ടിയിടിച്ച് അപകടം. ശനിയാഴ്ച പുലർച്ചെ 4 മണിയോടെയാണ് സംഭവം. തൃശൂരിൽ നിന്നും വാടനപ്പള്ളിയിലേക്ക് പോവുകയായിരുന്ന പിക്കപ്പും ഏനമാവ് ഭാഗത്തു നിന്ന് വന്നിരുന്ന കാറും കൂട്ടിയിടിച്ചാണ് അപകടമുണ്ടായത്. കാറിന്റെ പിക്കപ്പിന്റെയും മുൻഭാഗങ്ങൾ തകർന്നു. അപകടം പതിവായ ഇവിടെ സിഗ്നൽ ലൈറ്റോ ഹൈമാസ് ലൈറ്റോ സ്ഥാപിക്കണമെന്ന ആവശ്യം ഉയരുന്നുണ്ട്. പഞ്ചായത്തോ സ്ഥലം MLAയോ ഇതിൽ ഇടപെടണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ചേറ്റുവ പാലത്തിന് മുകളിലെ മണൽക്കൂനയിൽ ബൈക്ക് തെന്നിമറിഞ്ഞ് അപകടം. ദമ്പതികളടക്കം 3 പേർക്ക് പരിക്ക്. ചേറ്റുവ പാലത്തിന് മുകളിൽ കൂടിക്കിടക്കുന്ന മണ്ണിൽ ബൈക്ക് തെന്നിമറിഞ്ഞുണ്ടായ അപകടത്തിൽ ദമ്പതികൾക്കും മക്കൾക്കും പരിക്ക്. കടപ്പുറം തൊട്ടാപ്പ് കോലങ്ങാട് അനീഷ്, ഭാര്യ സൂര്യ, മകൾ 1.5 വയസ്സുള്ള തശ്വി എന്നിവർക്കാണ് പരിക്കേറ്റത്. ബൈക്ക് മറിഞ്ഞ് ഉടനെ പുറകിൽ ഉണ്ടായിരുന്ന KSRTC ബസ് ബ്രേക്കിട്ട് നിർത്തിയതിനാൽ വൻ ദുരന്തമാണ് ഒഴിവായത്. പരിക്കേറ്റവർ ചേറ്റുവ ഫിനിക്സ് മെഡിസിറ്റി ആശുപത്രിയിൽ ചികിത്സ തേടി. ചേറ്റുവ പാലത്തിന് മുകളിൽ കൂടിക്കിടക്കുന്ന മണൽ വൻ ഭീഷണിയാണ് സൃഷ്ടിക്കുന്നത്. ദേശീയപാത നിർമ്മാണത്തിന് ചേറ്റുവ പുഴയിൽ നിന്നും ഡ്രഡ്ജിംഗ് നടത്തി റോഡ് ടോറസ് ലോറികളിൽ കൊണ്ടുപോകുന്ന മണലാണ് ലോറിയിൽ നിന്നും താഴെ വീണ് പാലത്തിന് ഇരുവശങ്ങളിലായി കൂടിക്കിടക്കുന്നത്. റോഡിന്റെ ഇരുവശങ്ങളിലുമായി അപകട ഭീഷണി ഉയർത്തുന്ന മണൽ നീക്കം ചെയ്യണമെന്നാവശ്യപ്പെട്ട് പൊതുപ്രവർത്തകർ ലത്തീഫ് കെട്ടുമ്പൻ ജില്ലാ കളക്ടർക്ക് പരാതി നൽകിയിരുന്നു. യുവാവിനെ ഇരുമ്പ് പൈപ്പ് കൊണ്ട് ആക്രമിച്ച് പരിക്കേൽപ്പിച്ച സംഭവത്തിൽ പ്രതി അറസ്റ്റിൽ. യുവാവിനെ ഇരുമ്പ് പൈപ്പ് കൊണ്ട് ആക്രമിച്ച് പരിക്കേൽപ്പിച്ച സംഭവത്തിൽ കൊലപാതക കേസടക്കം നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായ യുവാവ് അറസ്റ്റിൽ. പെരിങ്ങോട്ടുകര അതിശയ റോഡ് സ്വദേശി പുതുവെട്ടിൽ 28 വയസ്സുള്ള സനത്ത് എന്ന ആളെയാണ് തൃശൂർ റൂറൽ പോലീസ് അറസ്റ്റ് ചെയ്തത്. വലപ്പാട് ബീച്ച് സ്വദേശി വെള്ളിയിൽ വീട്ടിൽ 35 വയസ്സുള്ള വൈശാഖ് എന്നയാളെയാണ് ആക്രമിച്ച് പരിക്കേൽപ്പിച്ചത്. ഈ മാസം 7-ന് രാത്രി 8:15 പെരിങ്ങോട്ടുകര കാനാടിക്കാവിന് സമീപം വൈശാഖിന്റെ ഭാര്യ വീടിന്റെ മുൻവശത്തെ റോഡിൽ വെച്ചാണ് വൈശാഖിനെ സനത്തും സുഹൃത്തുക്കളും ചേർന്ന് തടഞ്ഞു നിർത്തുകയും ഇരുമ്പ് പൈപ്പ് കൊണ്ട് ആക്രമിച്ച് പരിക്കേൽപ്പിക്കുകയും ചെയ്തത്. വൈശാഖ് സനത്തിന്റെ വീട്ടിൽ പോയി സനത്തിന്റെ ബന്ധുവായ സ്ത്രീയോട് സംസാരിച്ചതിലുള്ള വൈരാഗ്യമാണ് ആക്രമണത്തിന് കാരണം. സനത്ത് വലപ്പാട് പോലീസ് സ്റ്റേഷൻ പരിധിയിലെ കോതകുളം വെച്ച് 2021 ജനുവരി 7-ന് ജോഷി എന്നയാളെ കുത്തിക്കൊലപ്പെടുത്തിയ കേസിലും ഒരു വധശ്രമ കേസിലും വീട് കയറി ആക്രമണം നടത്തിയ ഒരു കേസിലും 3 അടിപിടി കേസിലും കുറ്റകൃത്യത്തിൽ ഏർപ്പെടാതിരിക്കാൻ നല്ല നടപ്പിനുള്ള ജാമ്യം വെടിപ്പിച്ച കേസിലും അടക്കം 7 ക്രിമിനൽ കേസുകളിലെ പ്രതിയാണ്. അന്തിക്കാട്
CI കേഴ്സന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് പ്രതിയെ പിടികൂടിയത്. LDF കയ്പമംഗലം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ET ടൈസൺ MLA നയിക്കുന്ന വികസന മുന്നേറ്റ ജാഥയ്ക്ക് തുടക്കമായി. എടത്തിരുത്തി കുട്ടമംഗലത്ത് നിന്ന് ആരംഭിച്ച ജാഥ CPI ജില്ലാ സെക്രട്ടറി KG ശിവാനന്ദൻ ഉദ്ഘാടനം ചെയ്തു. AV സതീഷ് അധ്യക്ഷനായി. CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം PK ചന്ദ്രശേഖരൻ, CPI മണ്ഡലം സെക്രട്ടറി TP രഘുനാഥ്, മുഹമ്മദ് ചാമക്കാല, KB ഹൈദ്രോസ്, ജാഥ വൈസ് ക്യാപ്റ്റൻ KV രാജേഷ്, മാനേജർ TK രമേശ് ബാബു, KK ആബിദ് അലി, അഡ്വക്കേറ്റ് VK ജ്യോതി പ്രകാശ്, PM അഹമ്മദ്, KC ശിവരാമൻ, CB അബ്ദുൾ സമദ്, PK ഷാജു, മഞ്ജുള അരുണൻ, ഷീന വിശൻ തുടങ്ങിയവർ പങ്കെടുത്തു. എന്നാൽ 5 വർഷക്കാലം കേരളത്തിൽ സ്തുത്യർഹമായ വിധത്തിൽ ഭരണം നടത്തിയ, പ്രതിബന്ധങ്ങളെയും പ്രതിസന്ധികളെയും അതിജീവിച്ച് ഭരണം നടത്തിയ LDF സർക്കാരിനെ മഹനീയമായ വിധത്തിൽ ഭൂരിപക്ഷം നൽകിക്കൊണ്ടുള്ള, വീണ്ടും വിജയം നൽകിക്കൊണ്ടുള്ള ഭരണ തുടർച്ചയാണ് ജനങ്ങൾ സമ്മാനിച്ചത്. ആദ്യഘട്ടത്തിൽ 96 നിയമസഭാ സീറ്റുകൾ എന്നുള്ളതിൽ നിന്ന് 99 നിയമസഭാ സീറ്റുകളിലേക്ക് അംഗബലം തന്നെ വർദ്ധിച്ചു. ഇപ്പോൾ ആ ഭരണം 4.25 വർഷം ആയിരിക്കുന്നു, പിന്നിട്ടിരിക്കുന്നു. ഏപ്രിൽ മാസത്തിലോ മെയ് മാസത്തിലോ തെരഞ്ഞെടുപ്പ് നടക്കാൻ സാധ്യതയുണ്ട് എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഔദ്യോഗിക വൃത്തങ്ങളിൽ നിന്ന് കിട്ടിയ വിവരങ്ങൾ നമ്മളെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. തീർച്ചയായും ഒരു തെരഞ്ഞെടുപ്പിലേക്ക് സംസ്ഥാനം പോകുമ്പോൾ ഈ ഗവൺമെന്റ് വീണ്ടും അധികാരത്തിൽ വരണമോ വേണ്ടയോ എന്നുള്ളതിനെ കുറിച്ചുള്ള ചോദ്യങ്ങളും ഉയർന്നു വന്നിട്ടുണ്ട്. ഈ സർക്കാരിന് ഒരു ഭരണ തുടർച്ച ഉണ്ടാകണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് നമ്മുടെ സംസ്ഥാനത്തെ മഹാഭൂരിപക്ഷം വരുന്ന ജനങ്ങളും. ആരോഗ്യ ബോധവൽക്കരണ പരിപാടികൾ സബ് സെന്റർ അത് നമ്മുടെ രാജ്യത്തെ ഒന്നാമത്തെ തട്ടാണ്. രണ്ടാമത്തെ ഒരു തട്ടുണ്ട്, അതാണ് കുടുംബാരോഗ്യ കേന്ദ്രങ്ങൾ. നമ്മുടെ രാജ്യത്തൊക്കെ ഉണ്ട്. അവിടെ പോയാൽ എന്ത് കിട്ടും? നിങ്ങൾ പോയിരുന്നവരല്ലേ, നമ്മളെല്ലാം പോകുന്നവരാണ്. അവിടെ പോയാൽ 1-2 ഡോക്ടർമാരുണ്ട്, ഒരു ലാബറട്ടറി സൗകര്യം ഉണ്ടാവും, അത്യാവശ്യം മരുന്നുണ്ട്, നഴ്സുമാരുണ്ട്, ഇരിക്കാൻ സൗകര്യമുണ്ട്. കുടിവെള്ള വിതരണ പൈപ്പിടാൻ വേണ്ടി പൊളിച്ച ഈസ്റ്റ് ടിപ്പു സുൽത്താൻ റോഡിലെ മാസങ്ങളായുള്ള ദുരിതയാത്രയ്ക്ക് ഉടൻ പരിഹാരമുണ്ടാക്കണമെന്നാവശ്യപ്പെട്ട് ചെളിങ്ങാട് റോഡ് ഉപരോധിച്ചു. കോൺഗ്രസ് കിഴക്കൻ മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ഒറ്റത്തൈ സെന്ററിൽ ഉപരോധ സമരം നടത്തിയത്. DCC ജനറൽ സെക്രട്ടറി PMA ജബ്ബാർ ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് PS അനസ് അധ്യക്ഷനായി. DCC ജനറൽ സെക്രട്ടറിമാരായ CJ പോൾസൺ, KF ഡൊമിനിക്, കയ്പമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബീന സുരേന്ദ്രൻ, ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് സുരേഷ് കൊച്ചുവീട്ടിൽ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ രശ്മി ശ്രീജിത്ത്, സന്ധ്യ രവീന്ദ്രൻ, നേതാക്കളായ PA ഗഫൂർ, ജിനൂബ് അബ്ദുറഹ്മാൻ, CA അബ്ദുൽ ഖാദർ, പ്രവിത, ഉണ്ണികൃഷ്ണൻ, നാസർ ചളിങ്ങാട്, PK ഷൗക്കത്ത് അലി, കണ്ണൻ നായർ, TK ഉമ്മർ, KS ഷുഹൈൻ തുടങ്ങിയവർ സംബന്ധിച്ചു. നമ്മുടെ ഈ പ്രദേശത്തെ സംബന്ധിച്ചിടത്തോളം വ്യത്യസ്തമായ രാഷ്ട്രീയവും കാഴ്ചപ്പാടുകളൊക്കെ ഉണ്ടെങ്കിലും പരമാവധി വിമർശനങ്ങളെ ഒഴിവാക്കിക്കൊണ്ട് ഒരു സാഹോദര്യത്തോടെ കൂടെ പോകുന്ന ഒരു പ്രദേശമാണ്. ശരിക്കും പറഞ്ഞാൽ എല്ലാ സാഹോദര്യത്തിനും രാഷ്ട്രീയ വിമർശനങ്ങൾക്കും എല്ലാം അതിൻ്റെതായ ചില തലങ്ങളിൽ നമ്മൾ അവസാനിപ്പിക്കേണ്ടതാണ്. ചില കാര്യങ്ങൾ തുറന്നു പറയാതെ കാണുമ്പോൾ സൗഹാർദ്ദം കെട്ടിപ്പടുത്തും കൊണ്ടൊന്നും നാടിൻ്റെ ഒരു പ്രശ്നം തീരുന്നതില്ല. നമ്മുടെ പ്രദേശത്തിൻ്റെ വികസന കാര്യങ്ങളിൽ നമ്മൾ ശരിക്കും പരിശോധിക്കേണ്ടതുണ്ട്. ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷൻ കയ്പമംഗലം ഏരിയ കൺവെൻഷൻ നടത്തി. എടത്തിരുത്തി KC കാളിക്കുട്ടി സ്മാരക സംസ്കാര നിലയിൽ നടന്ന കൺവെൻഷൻ സംസ്ഥാന സെക്രട്ടറി MK പ്രകാശൻ ഉദ്ഘാടനം ചെയ്തു. ഏരിയ പ്രസിഡന്റ് KR പ്രകാശൻ അധ്യക്ഷത വഹിച്ചു. ഏരിയ സെക്രട്ടറി ബിന്ദു ഷാജി പ്രവർത്തന റിപ്പോർട്ടും ട്രഷറർ
ഷൈല സുലാൽ വരവ് ചെലവ് കണക്കും അവതരിപ്പിച്ചു. കെ ഗോപാലകൃഷ്ണൻ, സിനി രമേശ്, അമൃത മോഹൻലാൽ, EV മോഹനൻ, EP ജെയിംസ്, സിന്ധു സുനിൽ എന്നിവർ സംസാരിച്ചു. ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ വിജയിച്ച AKTA അംഗങ്ങളായ ഗീത മോഹൻദാസ്, നവമി പ്രസാദ്, ശോഭന ഷൺമുഖൻ, രശ്മി പ്രമേശ് എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. മികച്ച മെമ്പർഷിപ്പ് പ്രവർത്തനം കാഴ്ചവെച്ച എടമുട്ടം യൂണിറ്റിന് അനുമോദനം നൽകി. ഇന്ത്യ രാജ്യത്ത് മറ്റു സംസ്ഥാനങ്ങളിൽ തയ്യത്തൊഴിലാളികളുണ്ടല്ലേ? ഇന്ത്യ രാജ്യത്തിൽ ദേശീയ ട്രേഡ് യൂണിയൻ സംഘടനകൾക്ക് എന്തുകൊണ്ട് ഇന്ത്യ രാജ്യത്തെ മുഴുവൻ തയ്യത്തൊഴിലാളികളെയും സംഘടിപ്പിക്കാനും അവരെ സമരസജ്ജരാക്കി ഇന്ത്യ രാജ്യത്തെ മറ്റു തൊഴിലാളികൾക്ക് ലഭിക്കുന്നത് പോലുള്ള ആനുകൂല്യങ്ങൾ നേടിയെടുക്കാൻ അവരെ സമരസജ്ജരാക്കാൻ എന്തുകൊണ്ട് കഴിഞ്ഞില്ല? അവിടെയും നമുക്ക് മുന്നേറേണ്ടി വന്നില്ല. സ്വാശ്രയമായി നിന്നുകൊണ്ട് ഭാഷാ പരിമിതികളെല്ലാം മറികടന്നുകൊണ്ട് നമ്മൾ ദേശീയ പ്രസ്ഥാനത്തിന് രൂപം നൽകി. ടൈലറിംഗ് വർക്കേഴ്സ് ഫോറം ഓഫ് ഇന്ത്യ തമിഴ്നാട്, കർണാടക, പോണ്ടിച്ചേരി ഉൾപ്പെടെയുള്ള ഡൽഹി ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളെ കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് ദേശീയ സംഘടനയ്ക്ക് രൂപം നൽകി. അതിന്റെ ഭാഗമായി പാർലമെന്റ് മാർച്ചുകൾ സംഘടിപ്പിക്കപ്പെട്ടു. ആ മാർച്ചുകൾ സംഘടിപ്പിക്കപ്പെട്ടതിന്റെ ഭാഗമായിട്ടാണ് ഗവൺമെന്റിന് നമ്മളുമായി ചർച്ച നടത്തേണ്ടത്. കേന്ദ്ര തൊഴിലുവകുപ്പ് മന്ത്രി ബന്ദാരു ദത്തത്രേയ നമ്മളുമായി 1 മണിക്കൂറോളം നേരം ചർച്ച നടത്തുകയും അസംഘടിത മേഖലയിലെ തൊഴിലാളികൾക്ക് വേണ്ടി അധികം വൈകാതൊരു പദ്ധതി കേന്ദ്ര ഗവൺമെന്റ് പ്രഖ്യാപിക്കുമെന്ന് പറയുന്ന സാഹചര്യത്തിലേക്ക് കൊണ്ടുവന്നു. തൃശൂർ മാനസികാരോഗ്യ കേന്ദ്രത്തിൽ നിന്നും രക്ഷപ്പെട്ട നേപ്പാൾ സ്വദേശി 3 പേരെ കുത്തിപ്പരിക്കേൽപ്പിച്ചു. തൃശൂർ കാമത്ത് ലൈനിലെ ഹോസ്റ്റൽ ഉടമ മുരളിക്കാണ് ആദ്യം കുത്തേറ്റത്. തുടർന്ന് റോഡിലൂടെ നടന്നുപോയ ഇയാൾ പടിഞ്ഞാറക്കോട്ടയിൽ വെച്ച് മറ്റു 2 പേരെയും കുത്തിപ്പരിക്കേൽപ്പിച്ചു. പരിക്കേറ്റവരെ തൃശൂരിലെ സ്വകാര്യ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചു. കുത്തിയ യുവാവിനെ പിടികൂടി തിരികെ മാനസിക ആരോഗ്യ കേന്ദ്രത്തിൽ പ്രവേശിപ്പിച്ചു. ആലുവ പോലീസാണ് പുലർച്ചെ ഇയാളെ മാനസികാരോഗ്യ കേന്ദ്രത്തിൽ എത്തിച്ചത്. തുടർന്ന് 2 മണിയോടെ പുറത്തു ചാടുകയായിരുന്നു. ഒല്ലൂർ സെന്ററിൽ ചരക്കു ലോറിയും ശബരിമല തീർത്ഥാടകർ സഞ്ചരിച്ചിരുന്ന മിനി ബസും കൂട്ടിയിടിച്ച് 6 പേർക്ക് പരിക്കേറ്റു. പുലർച്ചെ 4:20ഓടെയാണ് അപകടം. എറണാകുളം ഭാഗത്തു നിന്നും തൃശൂർ ഭാഗത്തേക്ക് വരികയായിരുന്ന അയ്യപ്പ ഭക്തർ സഞ്ചരിച്ചിരുന്ന മിനി ബസിൽ മരത്താക്കര ഭാഗത്തു നിന്നും ഒല്ലൂരിലേക്ക് വരികയായിരുന്ന ചരക്കു ലോറി ഇടിക്കുകയായിരുന്നു. ബസിലുണ്ടായിരുന്ന 5 അയ്യപ്പ ഭക്തർക്കും ബസ് ഡ്രൈവർക്കും പരിക്കേറ്റു. ഇതിൽ ഡ്രൈവറുടെ നില ഗുരുതരമാണ്. പരിക്കേറ്റവരെ ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇടിയുടെ ആഘാതത്തിൽ ബസിന്റെ മുൻവശം പൂർണ്ണമായും തകർന്നു. അപകടത്തെ തുടർന്ന് മണിക്കൂറുകളോളം ഗതാഗതം തടസ്സപ്പെട്ടു. ഗുരുവായൂരിൽ വീട്ടമ്മ ജീവനൊടുക്കിയതിനു പിന്നിൽ പലിശക്കാരുടെ ഭീഷണിയെന്ന് പരാതി. ഇരിങ്ങപ്പുറം സ്വദേശി പുതുവീട്ടിൽ ഷിഹാബിന്റെ ഭാര്യ രാമനത്തു വീട്ടിൽ 50 വയസ്സുള്ള ജുമൈലയാണ് മരിച്ചത്. വീടിന് പുറകിലെ പറമ്പിലാണ് വ്യാഴാഴ്ച പുലർച്ചെ പൊള്ളലേറ്റ് ജുമൈലയെ കണ്ടെത്തിയത്. 1 വർഷം മുമ്പ് ജുമൈല നാട്ടുകാരിയായ സ്ത്രീയിൽ നിന്ന് 50,000 രൂപ പലിശക്ക് വാങ്ങിയതായി പറയുന്നു. പലിശ ഇനത്തിൽ മാത്രം ജുമൈല മാസം 10,000 രൂപ വീതം 8 മാസം നൽകിയെങ്കിലും 2 മാസത്തോളം പണം നൽകാൻ സാധിച്ചില്ല. ഇതേ തുടർന്ന് പലിശക്കാരിയായ സ്ത്രീ ഭീഷണിപ്പെടുത്തിയതായി കുറിപ്പെഴുതി വെച്ച ശേഷമാണ് ജുമൈല ജീവനൊടുക്കിയത്. ഗുരുവായൂർ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. വയോധികയുടെ മാല പൊട്ടിച്ച പ്രതിയെ പഴയന്നൂർ പോലീസ് പിടികൂടി. തമിഴ്നാട് സ്വദേശി സെന്തിൽ എന്ന ശരവണനെയാണ് പഴയന്നൂർ പോലീസ് പിടികൂടിയത്. കഴിഞ്ഞ ഡിസംബർ 23-ന് ഉച്ചയ്ക്ക് 2 മണിക്ക് കൊണ്ടാഴി മാങ്കുളത്തായിരുന്നു സംഭവം. CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് നടന്ന അന്വേഷണത്തിൽ ബൈക്കിന്റെ നമ്പർ ലഭിച്ചിരുന്നു. ഇതനുസരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് കോയമ്പത്തൂരിൽ നിന്ന് പ്രതിയെ പിടികൂടിയത്. മാലമോഷണ കേസിലെ സ്ഥിരം പ്രതിയാണ് സെന്തിലെന്ന് പോലീസ് പറഞ്ഞു. പ്രതിയെ വടക്കാഞ്ചേരി കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കഴിമ്പ്രം ഗാഥ ഓഡിറ്റോറിയത്തിനു സമീപം ആളൊഴിഞ്ഞ പറമ്പിൽ തീപിടുത്തം. കയ്പമംഗലത്തെ വാഹനാപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിൽ ആയിരുന്ന യുവാവ് മരിച്ചു. കാഞ്ഞാണിയിൽ കാറും പിക്കപ്പും കൂട്ടിയിടിച്ച് അപകടം.
ചേറ്റുവ പാലത്തിന് മുകളിലെ മണൽക്കൂനയിൽ ബൈക്ക് തെന്നിമറിഞ്ഞ് അപകടം. ദമ്പതികളടക്കം 3 പേർക്ക് പരിക്ക്. ഇതോടെ വാർത്താ നേരം പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.